കുഞ്ഞോളെ ഇത് ഭൂതകാലം വേട്ടയാടുന്നു. ചിന്നുവിനെ കേസിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോ ഭദ്രേട്ടനും മനസ്സിലായോ? കൊള്ളാം. കുഞ്ഞോളെ, ജീവൻ രക്ഷപ്പെട്ടെങ്കിലും നിനക്ക് മാരകമായ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലേ നിന്നെ കൊല്ലാൻ നോക്കിയവളെ തന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തുവോ? നിനക്ക് ഭ്രാന്താണ് കുഞ്ഞോളെ. നിന്നെ കൊല്ലാനേ വിഷം നൽകിയോളാ അവള്. ആ സത്യം നിനക്കും എനിക്കും മാത്രമല്ല, ഈ രമാനിലയത്തിലെ അരിയാഹാരം കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നീ ഇവിടെ എങ്ങനെ കൂടെ നിർത്തിക്കുകയാണോ? എനിക്കറിയാവുന്ന കുഞ്ഞോട് വലിയ വണ്ടിയൊന്നുമല്ല. ഉറപ്പായിട്ട് നിനക്കൊന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ആരെയോ എന്തിനെയോ പേടിക്കുന്നു. ഭദ്രേട്ടൻ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരെയും പേടിക്കുന്നുമില്ല. പിന്നെ ഒരു കാര്യമില്ലാതെ ഞാൻ ആരോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറുമില്ല. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലാത്ത കുഞ്ഞോടെന്തിനാ ഇവരുടെ കാര്യത്തിൽ ഇത്രയും വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നതാ എനിക്ക് മനസ്സിലാവാത്തെ. നിന്നെ കൊല്ലാൻ നോക്കിയ ഇവിടെ എന്തിനാ ഇനിയും ഈ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നേ? പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും എന്തിനാ ഇവളെ ഇറക്കിയേ? ആർക്കോ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് അബദ്ധമാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ആവാം. അതിന്റെ പേരിൽ ഈ കുട്ടിയുടെ ഭാവി തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. പഠിക്കുന്ന കുട്ടിയല്ലേ, പഠിക്കട്ടെ. ആളെ കൊല്ല നടക്കുന്ന ഇവിടെ നീ നിയമം പഠിപ്പിക്കുകയാണോ? കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് കഴിയില്ല. എന്നെ വിശ്വസിക്ക്. വിശ്വസിക്കാനോ? നിന്നെയോ? എന്റെ കുഞ്ഞോക്ക് ഏറ്റവും അവസാനം ജ്യൂസ് കൊടുത്തത് നീയാ. ആ ജ്യൂസിലാ വിഷം കലർന്നിരിക്കുന്നേ. അയ്യോ, ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാ എന്റെ കുഞ്ഞോട് രക്ഷപ്പെട്ടെ. സത്യത്തിൽ നിന്നെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയത് പോലും തെറ്റാ. നിന്നെ അവിടെ വെച്ച് എന്നെ കൊല്ലേണ്ടായിരുന്നു. ആ ചിന്നു, നീ അടുക്കളയിലേക്ക് പോ. അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യ്. അല്ലെങ്കിൽ നീ അകത്ത് പോയിരുന്ന് പഠിച്ചാ മതി. കുഞ്ഞോളെ. വേണ്ട. ഈ നാടകം തൂക്കും. കോളേജിൽ അവതരിപ്പിക്കാൻ പറ്റിയ കിടിലൻ സബ്ജക്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ദക്ഷേ, ആ സബ്ജക്ട് നിനക്ക് ഇഷ്ടപ്പെടും. കാരണം നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുവല്ലേ. അതിൽ നായകനായി അഭിനയിക്കുന്ന ആളെ നിന്റെ ഭർത്താവായങ്ങ് സങ്കല്പിച്ച പോലെ. അപ്പൊ നിനക്ക് ആസ്വദിച്ച് തകർത്തങ്ങ് അഭിനയിക്കാൻ പറ്റും. റോമിയോയെ അഭിനയിക്കാൻ നമുക്ക് മഹിസാറിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ റോമിയോയും ജൂലിയറ്റും സ്റ്റേജിൽ കയറി അങ്ങ് തകർക്കും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകം ഒരു ട്രാജഡി കഥയാ.
നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിക്കുമ്പോ ഈ കഥ അറമ്പറ്റാതിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ തന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ് കഥ ട്രാജഡിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കല്യാണിയെ പോലീസ് കൊണ്ടുപോയപ്പോ മഹിസാറിന്റെ ഒരു വെപ്രാളം ശ്രദ്ധിച്ചിരുന്നോ? സ്വന്തം ഭാര്യ ആരോ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന പോലെയായിരുന്നു സാറിന്റെ അപ്പോഴത്തെ ഫീലിംഗ്. വൃത്തിയായിട്ട് പറഞ്ഞാലേ കൊന്നുകളയും. മഹിയുടെ സ്വഭാവം അങ്ങനെയാ. ആള് ഒരു സെന്റിമെന്റൽ സംഭവം. ആ, അതുകൊണ്ടായിരിക്കും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അവളുടെ പിന്നാലെ നടന്ന് രക്ഷപ്പെടുത്തിയത്. കല്യാണി ഓരോ ചൂടലും എന്റെ കാലിൽ തറയ്ക്കുന്ന മുള്ള അവൾ. ആ മുള്ളിനെ നശിപ്പിക്കണം എന്ന് നിൽക്കുന്നു. ഒന്നും കാണാതെ കുഞ്ഞോട് മറ്റൊന്നും ചെയ്യില്ലെന്നറിയാം. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എന്തിന്റെ ബലത്തിൽ എടുത്തു എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. നീ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അത് എന്താണെങ്കിലും ഈ ഭദ്രേട്ടൻ അറിയണം. പക്ഷേ ഇപ്പോ നീ ചിന്നിനോട് ക്ഷമിച്ചതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. അതിന്റെ കാരണമാ എനിക്കറിയേണ്ടത്. ആ ഭദ്രേട്ടാ, എന്നെ അങ്ങോട്ടേക്കൊന്ന് കൊണ്ടുപോ. എന്തായത്? തുറന്നു നോക്ക്. ഇതെങ്ങനെ ഇതെങ്ങനെ നിനക്ക് കിട്ടി? കൊറിയറിൽ വന്നതാ. കുഞ്ഞോള് ഇത് ഭൂതകാലം വേട്ടയാടുന്നു. ചിന്നുവിനെ കേസിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോ ഭദ്രേട്ടനും മനസ്സിലായോ?